മാധവ, തമ്പുരാൻ. താൻ വന്നു അല്ലേ? മതി. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നിശ്ചയുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞു തമ്പുരാൻ. കൊളപ്പുള്ളി കളരിമുറ്റത്തിട്ട് എന്റെ ആൾക്കാരെ അവൻ തല്ലിവീഴ്ത്തി. തന്നെ പോലുള്ള മിടുക്കന്മാര് പയറ്റിത്തെളിഞ്ഞ കളരിയായത്. എന്റെ കൂടെയുള്ള ചപ്പന്മാര് പോരാന്ന് ബോധ്യമായോണ്ടാ തന്റെ വിളിച്ചു വരുത്തിയത്. അവനൊന്ന് കാണാൻ തന്നെ തമ്പുരാൻ ഞാൻ വന്നത്. വൈകണ്ട, തല്ലി പദം വരുത്തണം. നാട്ടിൽ നിർത്തരുത്, ഓടിക്കണം, തല്ലി ഓടിക്കണം. വേണോച്ച കൊല്ലാൻ തമ്പുരാൻ. കൊളപ്പുള്ളി ഉമ്മർത്ത് കയറി തോന്നിയാസം കാട്ടാൻ പോലെ ധിക്കാരി ഉണ്ടെങ്കില് അത് മാധവന്റെ കൈത്തരപ്പ് മാറ്റാൻ വേണ്ടി ജനിച്ചതാ. ചെല്ല്. തന്നെ പോലുള്ള ആൺകുട്ടികൾ തന്നെയാ അവനുള്ള പ്രതിവിധി. ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. ചുമ്മാ കുട്ടികളുടെ കളിയാണ്. ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടും ആണെങ്കിലോ അപ്പൊ കളി വലിയവരുടേതായില്ലേ? ആവും. ഇവിടെ വെച്ച് തന്നെ വേണോ? വേണ്ട. ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിലിട്ട് നിന്നെ തല്ലുന്നൊരു രസമില്ല. എന്റെ സമ്പ്രദായം അതല്ല. തന്റെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം? ഞാൻ അവിടെ വരാം. അങ്ങാടിയില് 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. കിട്ടിയ നീ എന്നെ ഓലത്തോടാ. ചെങ്കളം മാധവ, നിന്നെ കുറിച്ച് ഞാൻ കേട്ടു. വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്. ഞാനെത്താം. എന്റെ പേര് ജഗന്നാഥൻ എന്നാണ്. ഞാനെത്തും.
മാധവ, കളി കണിമംഗലത്ത് വേണ്ട, കൊന്നുകളയും നിന്നെ. എന്താ പ്രശ്നം? വരാൻ പോകുന്ന കളിയുടെ ഒരു റിഹേഴ്സൽ ഫൈനൽ അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ അറിയിക്കാം, വരണം. ഈ വരാൻ പോകുന്ന കളി എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഉത്സവം നടത്തല? ഈ ഇട്ടാവട്ട നാട്ടിൽ എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ വകയും കൂടി വേണോ ഒന്ന്? അല്ല, നിർബന്ധാച്ചായിക്കോളൂ. പക്ഷെ അതിനകത്തേക്ക് കലക്ടറേയും മജിസ്ട്രേറ്റിനൊക്കെ വലിച്ചടിച്ചതിന്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല സാർ, ഞങ്ങൾ അതിനിറങ്ങി തിരിച്ചാ സംഗതി വെടിപ്പാവുകയും ചെയ്യും. പക്ഷെ അത്യാവശ്യം ചില ചവിട്ടും കുത്തൊക്കെ ഉണ്ടാവും. 1-2 തലയോടലും വെവ്വേറെ കിടക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ പറഞ്ഞ കളക്ടറും മജിസ്ട്രേറ്റും ഓടിപ്പറഞ്ഞു വന്ന് നിയമം കുന്തം തേങ്ങാക്കുല എന്നൊന്നും പറയില്ല എന്ന് ഉറപ്പുവരാൻ കഴിയോ? എനിക്കറിയാലോ, ഡൽഹി അല്ലേ? അതെ. എനിക്കങ്ങോട്ട് എടോ, താൻ മറന്നു. എടോ, JNUവിലുണ്ടായിരുന്ന പഴയ കോങ്ങാട്ടുകാരൻ ഈശ്വരനുണ്ണി. സോറി സാർ. അത് കള. താനെന്താ ഇവിടെ? ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കണിമംഗലം കോവിലത് ഞാനാ വാങ്ങിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു ആർട്ട് ചാനൽ നടത്തിയിരുന്നത്. അതെല്ലാം വിട്ടു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാറിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവുക. നമ്മുടെ റൂറൽ SP അശോക് കുമാർ മിടുക്കന. ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. തനിക്ക് പറ്റും. ഈ തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കില്ല ഞാൻ തീരുമാനിച്ചത് അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാ. ഞാൻ കേട്ടു, രണ്ടു കൂട്ടരും തമ്മിൽ അടി നടന്നെന്നോ. നിങ്ങളുടെ മുഖത്തെ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ? ഉവ്വ്, വെറുതെ ഒരു വഴക്കുണ്ടായതല്ല, ഉണ്ടാക്കിയതുമല്ല. പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടു. ഭഗവതിയുടെ തിരുവാഭരണങ്ങളിൽപ്പെട്ട ഒഡ്യാണം നിങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു എന്നും, അത് നിങ്ങളുടെ അളിയൻ ദത്തൻ തമ്പുരാനെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നു ഒക്കെ. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തെ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഓഹോ. കരിപ്പള്ളി പത്മനാഭൻ, ഒരു എലിഫന്റ് ട്രെയിനർ ആയിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായല്ലോ. വർഷം 3 കഴിഞ്ഞു. ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയതെന്നും ഞാൻ പറയല്ല, തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ എന്ത് പറയും? നുണ, ശുദ്ധ നുണ. എന്തായി പറയണേ? കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്നതൊന്നും കുത്തിപ്പൊക്കിയെടുക്കാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാതിരിക്കാം. ആ ഉത്സവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആ, അപ്പ മറ്റേ സ്വഭാവം കാണിച്ചു, മീറ്റിംഗിന് വന്നില്ല. ഇപ്പൊ ഒരു മെസ്സഞ്ചറെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ശരീരസുഖമില്ലാത്തതിനാൽ വരാൻ നിർവാഹമില്ല. ആ, അവന്റെ ശരീരത്തിന് അസുഖം ഞാൻ മാറ്റി കൊടുക്കാം. മല അബ്ദുള്ളയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പൊളപ്പുള്ളി അപ്പന്റെ അടുത്തേക്ക്. നന്ദി വാക്ക് വേണ്ടടോ. ഞാനും ഇപ്പൊ ഒരു കണിമംഗലത്തുകാരനായോ എന്ന് സംശയം. കലക്ടർ ചർച്ചയിൽ അത്ര നിഷ്പക്ഷനൊന്നും ആവില്ല. കമ്മഷോ അല്ല മുമ്പളോ നമ്മൾ കളി പുറത്തു നിന്ന് കാണും. വണ്ടിയുടെ വാ. സാറിന് എന്നോട് മുഷിവ് തോന്നിയാവോ? തീരെ എങ്ങോട്ട് വയ്യാത്തൊരു ക്ഷീണം, അതുകൊണ്ടാ ഞാൻ. ഏയ്, അതൊന്നും സാരമില്ല തമ്പുരാൻ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു മുഖവുരയുടെ ആവശ്യമില്ലല്ലോ. ഏയ്, ആവശ്യമില്ല. പക്ഷെ കളക്ടർ സാറിന് മുഷിവ് തോന്നരുത്, അത് നടക്കില്ല. കണിമംഗലത്തേക്ക് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കണ്ടെന്ന് തന്നെയാ തീരുമാനം. ആ തീരുമാനമാണ് തമ്പുരാൻ പുനഃപരിശോധിക്കേണ്ടത്. അതിപ്പോ എന്റെ മാത്രം അഭിപ്രായമല്ല, ഒരു ട്രസ്റ്റാ ഈ കണ്ട സ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥത കൈയാളുന്നത്. ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാന. ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കരുത്. എന്താ ചെയ്യാ? ട്രസ്റ്റിലെ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നെങ്കിൽ ഉറപ്പ് തരണു, ആഭരണങ്ങൾ കൊടുത്തയച്ചേക്കാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. കമഷം പോവാം. തമ്പുരാൻ, ഞാനത് അങ്ങനെ പറയാനിരിക്കായിരുന്നു. ഒന്ന് കിടക്കണം, ക്ഷീണം. പപ്പനാവൻ കേസിന് ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി.
സുപ്രീം കോർട്ടിലെ ആളാ, കേട്ട് കാണും. സുഖദേവ് സിംഗ്. ഒരു സിറ്റിങ്ങിന് 1,00,000 രൂപയാ ഫീസ്. ഒരു നിമിഷം നിൽക്കുക, എനിക്ക് ചിലത് പറയാനുണ്ട്. സുഭദ്രയ്ക്ക് എന്താ വേണ്ടേ? ഏട്ടൻ ക്ഷമിക്കണം. സ്ത്രീകൾ ഉമ്മർത്ത് വന്ന് ആണുങ്ങളുടെ സഭയിൽ സംസാരത്തിന് വരണ പതിവ് കോലോത്തില്ല. ഞാനത് തെറ്റിക്കുക. കലക്ടർ സാർ, തമ്പുരാട്ടിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കാം. പറയൂ. തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സുഭദ്രേ, ദാ, പതുക്കെ ഒച്ച വെച്ചവരെ ഭയപ്പെടുത്തരുത്. നീ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? എന്റെ അഭിപ്രായം അതാണ്. അത്രയും ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ അപ്പം തമ്പുരാൻ, നിങ്ങളുടെ വാക്കിന്റെ വില നിങ്ങൾ കാണിക്കണം. ട്രസ്റ്റിലെ ഒരു മെമ്പറെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആഭരണങ്ങൾ വിട്ടുതരാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി അച്ചാ പോറ്റി പറയരുത്. ഏട്ടനെ ധിഖരിച്ചൊന്നും നേടാനല്ല, ആ ഉത്സവം നടക്കണം. എനിക്കതേ ഉള്ളൂ. തമ്പുരാൻ, ഇനി ഒഴിവ് കഴിവുകൾ പറയരുത്. ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തമ്പുരാട്ടി പറഞ്ഞൊന്നും അങ്ങോട്ട് തലയിൽ കഴിയില്ലെന്നുണ്ടോ? പറയൂ തമ്പുരാൻ. കുളപ്പുള്ളി അപ്പൻ വാക്ക് മാറ്റി പറയില്ല. നടക്കുന്നതേ പറയൂ, പറഞ്ഞത് നടത്തും. ബാപ്പു, ഈ കട ഞാൻ എങ്ങനെ വീട്ടെന്ന് എനിക്കറിയില്ലടോ. വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിന് എന്തിനു കൊള്ളാം സാർ. ഇനി ഒരു അന്യനായിട്ട് കാണരുത്. ഇങ്ങോട്ട് തേടി വന്ന കോടികളെ സലാം പറഞ്ഞ് മടക്കിയ മനുഷ്യനങ്ങള്. എന്റേത് നിങ്ങളേന്നൊരു കണക്ക് നമ്മൾ തമ്മിൽ വേണ്ട. കാര്യം നടക്കട്ടെ. എഴുത്തച്ഛൻ, എടുക്കാം. അമ്പലത്തിന്റെ പുനരുദ്ധാരണം ആകട്ടെ ആദ്യം. ദിവസങ്ങളില്ല. കീഴ്പയ്യൂർ മന വരെ ഒന്ന് പോണം. അവിടുത്തെ വലിയ നമ്പൂരിയെ കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരെയാണെന്ന് വെച്ചാൽ ആളെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആളെ അയക്കാം. പോയി ക്ഷണിക്കാന്നൊരു ചടങ്ങുണ്ട്. കാര്യപ്പെട്ടവരാരെങ്കിലും പോണം. എന്താ, ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഏയ്, പോകാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ആ, എന്നാ വൈകണ്ട. എന്താ ഇത്? എന്താ പിന്നെ വന്നത്? ശിരോമണികളെ തരുന്നുണ്ട് ഞാൻ. ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ. ഇല്ല, നിന്നോടൊന്നും കൂട്ടില്ല. ആവു, എന്താ കയ്യിലുള്ള തോന്നിയാസം? പോയിക്കൊള്ളാ. അല്ല, തിരുമേനി വരിക, കൊളക്കറയിൽ വരിക, ഒരു സൂത്രം കാട്ടിരുന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുമുണ്ടായിരിക്കുക എല്ലാരും ചേർന്ന്. ഓണകവാലിന്റെ അറ്റത്തെത്തിയ ഒരു ചെക്കന്റെ കയ്യേ എന്താ ബാലസ് കളിക്കുട്ടി ആവശ്യല്ലേ? അല്ല, ആരാവോ? എവിടെന്നാ? സിനിമ പിടിക്കുന്ന ആൾക്കാരാ? അല്ല, വലിയ തിരുമേനെ ഒന്ന് കാണണം. ഞങ്ങളെ കണിമംഗലത്തു നിന്നാ. ഊവോ, അങ്ങനെ ചോദിക്കാൻ കാരണണ്ടേ. ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടർ ഒരുപാട് ഇങ്ങോട്ട് വരണണ്ടേ. എന്താ ചെയ്യാ? വലിയ തിരുമേനി എന്റെ ഫാദറേ കടുംപിടുത്ത. ആ വകയൊന്നും ഇതിനകത്ത് വേണ്ടാന്ന്. ഈ വലിയ ഇഷ്ടാ. ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസാണ്. എല്ലാരും വരിക, അകത്തേക്ക് വരിക. എന്താ ചെയ്യാ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. കണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട. കുളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു. പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ, ഇവിടുന്ന് ആരും വന്ന് ശാന്തി പണി ചെയ്യില്ല കേട്ടോ. അതെന്താണാവോ? ഉഗ്രശാപുണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും. അത് തലയിൽ വാങ്ങാൻ ഇവിടുന്ന് ആരും അയക്കാൻ വയ്യ. അനർത്ഥം വിളിച്ചു വരുത്തിലാവൂ അത്. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുമേനി? ഇനി ദിവസങ്ങളില്ല. മാത്രല്ല, ഈ ഇല്ലത്തുനിന്ന് തന്നെ വേണ്ടേ? എനിക്കറിയാം. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കൊടിയേറ്റ് നടത്തിയത്. അയിനിക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും. അത് ഓരോന്നായി ചെയ്തു വരുന്നു. ഓ, എന്നാ പിന്നെ അയനേക്കാട് തന്നെ ശാന്തി അങ്ങോട്ട് നടത്തിക്കോട്ടെ. ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുമേനി. തെറ്റിക്കണ്ട, ഇവിടുന്ന് ആരെയും വിടില്ല. അതേ പറഞ്ഞുള്ളൂ. നേരം സന്ധ്യയായി. എനിക്ക് കുളിയും തേവാറുണ്ട്. ഇറങ്ങാം. ഒന്നുകൂടെ തിരുമേനി ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ പോയിട്ട് വേണ്ട, ആലോചിക്കാൻ കൂടുതലൊന്നുമില്ല. കൊളപ്പുള്ളി അപ്പൻ എന്ത് തന്നു, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു? എനിക്കൊന്നും പറയാനില്ല. ഇവിടെ ഇറങ്ങിക്കോളുക. കാരണം അവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ്. എഴുത്തച്ഛ, നമുക്കിറങ്ങാം. വാ. എല്ലാം ഓക്കെ അല്ലേ? ഒരു നിമിഷം നിക്ക. വരണ് നിക്ക.
എന്താ ചെയ്യാ, അച്ഛന്റെ ഒരു സ്വഭാവം അതാ. നിങ്ങള് കേവലാട്ടോ, സമ്മതിച്ചിരിക്കണു. കൊളപ്പുള്ളിയപ്പം വന്നിരുന്നില്ലേ, സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു. ഹൈ, എനിക്കൊരു സിഗരറ്റ് തരുമോ? എന്താ ബാപ്പു ചേട്ടോട് ഇങ്ങോട്ട് തരിക. അല്ലെങ്കിൽ വേണ്ട, ആരെങ്കിലും കണ്ടാ കൊഴപ്പാ. കക്കൂസിൽ വെച്ചാവാ പ്രയോഗം. തിരുമേനി ഈ പൂജയും പരിപാടിയും ഒന്നും പഠിച്ചിട്ടില്ലേ? എന്താ സംശയം? നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും. എന്ത് ചെയ്തിട്ട് ഫലമില്ലേ? ചപ്പെന്നുള്ള വിളിയാ ബാക്കി. ലേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കണവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. ബാപ്പു വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. അപ്പൊ നിങ്ങൾ പോവാ? അതെ, നമ്മൾ ഒരുമിച്ചല്ലേ പോണത്. കീഴ്പയ്യൂരിലെ ഒരു വിത്ത് മതി ഞങ്ങൾക്ക്. എന്ത് കാട്ട? എവിടേക്കാ കൊണ്ടുപോകുന്നത്? ബാപ്പു വണ്ടി എടുക്കടാ. എന്നെ കൊല്ലാൻ. അയ്യോ! വിടില്ല. വണ്ടി തരത്തില്ല. എന്താടോ മിസ്റ്റർ തമ്പുരാനെ, പോക്കിരിത്തരത്തിനൊരു അതിരിലിടോ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? ആളെ തട്ടിക്കൊണ്ടുപോവാ, ഒളിപ്പിക്ക. ഭരതനെ സഹിച്ചാവണം അതൊക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ. എവിടെ ആ നമ്പൂരിച്ചക്കൻ? എവിടെ എവിടെ? ആരാ? ആരാന്നോ? തന്നോടല്ല. ആരാ അപ്പുറത്ത്? ആരാ അപ്പുറത്ത്? ഇവിടെ വേടാ. എന്താ പറയാൻ? നിന്നൊന്ന് കാണാനാടാ. ഇയാളാണ് ആ നമ്പൂരിച്ചക്കൻ? ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്ക. ആ, അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കാനാ? ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. എനിക്ക് എന്റെ നമ്പൂരിച്ചക്കനെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ തമ്പുരാനോ കിമ്പ്രാനോ ഒന്നും നോക്കില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെടച്ച് പുഴുക്കുണ്ടാക്കി തിന്നും. ഭരതനെ സയ്യായി പറയണേ. ഭരതനസയ്ക്ക് എന്താ വേണ്ടേ? കുറെ നേരമായി നമ്പൂരി കുട്ടികളെ അന്വേഷിക്കണല്ലോ, ഇവിടെ കിട്ടാനില്ല. പിന്നെ എവിടെ കിട്ടുക? അടുത്തുള്ള മലയാളി പോയി ചോദിക്കാം. ആ തെമ്മാടി മുട്ടുകാലി എണിക്കടാ, 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 എണിക്കടാ. ഞാൻ എണീക്കാം. അതേ ഫോണൊന്നും എടുക്ക്. ഫോണോ? ആ, നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? ഹലോ, ഭരതനോ? ഭരതൻ നിന്റെ അച്ഛൻ ഭരതനെ സൈന്ന് പറയടാ. പോകാം ഭരതനസൈ. വേണ്ട സാർ, വരണ്ട. ഞാൻ ആരാ വിളിച്ചത്? ഭരതനസൈ റൂറൽ SP അശോക് സാർ. എവിടെ? വിലങ്ങനെ അണിയിക്കൂ. സാറേ മാപ്പാക്കണം. ഭരതൻ പോട്ടെ. ഒറ്റയ്ക്ക് പോരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നെ അറസ്റ്റ് ഗോവിന്ദൻകുട്ടി, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയൂ. പറയരുത്. നമ്പൂതിരി തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. ഇല്ല എന്ന് പറഞ്ഞു. എന്നെ അറസ്റ്റ്. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ. അല്ലെങ്കിൽ എല്ലാവരുടെ ജോലിയും പോവും. വണ്ടി എടുക്കാൻ പറഞ്ഞ പിന്നെ എടുക്കാൻ വേണ്ടി ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഭരതനസൈ. തമ്പുരാൻ അതിഥികളുണ്ട്. വഴി ചോദിക്കാൻ വണ്ടി നിർത്തിയത് എന്റെ മുമ്പിലാ. എന്താടാ ഇത്? ഒരു അൺഎക്സ്പെക്ടഡ് ലാൻഡിങ്. അതല്ലേടാ ഒരു ത്രില്ല്. ജെയിംസ് ചോദിച്ചു ബാപ്പുനെ വിളിച്ച് പറയണോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താടേ നിന്റെ അപ്പിയറൻസ് ആകെ മാറിയല്ലേ? നീ ഒരു തമ്പുരാനാ? പറയല്ല. ഓ, ഐ എം സോറി ജഗൻ. മീറ്റ് സെലിം അമൻ, ലിയോ ഫർമ. ഇത് ശശി മേനോൻ, സിംഗപ്പൂർ ബേസ്ഡ്. പിന്നെ ജയറാമനെ നിനക്കറിയില്ലേ? നമ്മളൊരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പിശ, ആരെങ്കിലും വിട്ട് ആ പെട്ടിയും ബാഗ് ഒന്ന് മുകളിലേക്ക് മുകളിലെത്തിക്കാം. വാ. ഞങ്ങൾ ഇറങ്ങി. മേളക്കാരെ കൈയോടെ ഞങ്ങൾ കൊണ്ടുവരും. അതെ, അങ്ങാടിയിൽ ആരെങ്കിലും നിർത്തിയേക്കണം. ആനക്കാർ വരും. ഓ, ഏർപ്പാടാക്കാം. വാ. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ജഗൻ. ഞാൻ കരുതിയത് നീ ഇവിടെ വെള്ളോടിയും ഷടാങ്ങുമായിട്ട് അങ്ങ് കൂടിക്കാണുമെന്നാ. ഇവിടെ വന്നെന്ന് അലക്കി പൊളിക്കാന്ന് വെച്ചാ ഞാൻ യുമാരെയും കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദൻ. അനുഭവിക്കണം. എല്ലാത്തിനും നിനക്കാ നന്ദി പറയേണ്ടത്. അതുകളാ ഞാനും ഉണ്ടടാ കൂടെ. നിന്റെ ഉത്സവം കഴിയും വരെ. എന്താ അവന്റെ പേര് പറഞ്ഞേ? കൊലപ്പുള്ളിയാ. ചാവട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും. നാഗദേവതയുടെ പ്രതിഷ്ഠ. സോറിടാ. ഉണ്ണിമായ, ആരടാ അത്? ഈ പട്ടരെ തല്ലിക്കൊല്ലണം. എന്നെ കോപ്പനായവൻ. എന്താ അളിയ ഒരു പെൺകുട്ടി പോലും ഓടിപ്പോയില്ലേ? അത് നിന്ന് കുളിക്കായിരുന്നു. അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും കാണാൻ സുഖമുള്ള ഒരു കാഴ്ച.
ഞാൻ ഈ ക്ലാപ്പ്മാരെ വിളിച്ച് കാണിച്ചു. ഛേ, ആക്രാന്തം. ഇവനെന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കേട്ട് ആ കൊച്ചു ഓടിക്കളഞ്ഞു. ജഗു ആരടാ അത്? ഗോവിന്ദൻകുട്ടി, താൻ ചുമ്മാ ഉഴപ്പാതെ. ഞങ്ങൾക്ക് നമ്മാടെ വീട്ടിൽ പോയേ പറ്റൂ. താൻ കൂടെ വരണം. വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങള് പൊക്കും. ചെയ്തടാ. തമ്പുരാൻ അറിയരുത്, അറിഞ്ഞ എന്റെ ചെവിക്കല് പൊളിക്കും. ഓ, അയാളൊരു പുല്ലും ചെയ്യില്ല. എന്താ തന്തൻ? കിടന്ന് ബഹളം വെക്കാതെ വഴി ഉണ്ടാക്കാം. എന്ത്? ക്ഷമിക്കണം, ഞാൻ തമ്പുരാനൊന്ന് കാണാൻ വേണ്ടി കരുതാ. നിങ്ങളാരാ? ഞാനും മോളിവിടെ ഊട്ടുപുരമാളികയിലാ താമസിക്കണേ. നമ്മുടെ അമ്മാവൻ വരാനേ. വരെ 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 വരെ. അയ്യോ, എത്ര അയ്യോ, ദിവസമായാ? എന്താ ഇത് കഥ? വരെ വരെ വരെ. എന്താ ഈ കാണിക്കണേ? നമ്മുടെ അമ്മാവനല്ല. വരെ. അമ്മാവൻ, നമ്മുടെ അമ്മാവൻ. ഇരിക്കണം. അങ്ങനെ വഴിക്ക് വാ. ഇനി ഒന്ന് പിടി. അയ്യോ, നിർബന്ധിക്കരുത്, കഴിക്കില്ല. അതുകൊണ്ടാ. സാർ, തമ്പുരാൻ കഴിക്കില്ല. തന്നോട് ചോദിച്ചില്ല. കഴിക്കണോ? അയ്യോ അയ്യോ അയ്യോ, അരുത്, ഞാനൊരു പാവാണ് സാർ. ഞാൻ പൊക്കോട്ടെ. ശരി, വിട്ടേക്ക്. ചുമ്മാ ജാടയാ മൂപ്പിലാന്റെ. 6000 രൂപ വരെയുള്ള കോച്ച. ഒരെണ്ണകത്തെന്ന കിളവ ചാവുന്നു. അവനെ കൊണ്ട് അവളേക്ക് കുടിപ്പിച്ച ഞാൻ ജഗൻ, ജഗൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ക്ഷമിക്കണം തമ്പുരാൻ. തെറ്റ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. അരുത്. എന്താ ഇത്? ആ കൈകളുകൊണ്ട് എന്റെ കാര്യത്തോടെ അതിനുള്ള പുണ്യം ഈ കിഴവൻ ചെയ്തിട്ടില്ല. മനസ്സിലാവില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില, മഹത്വം. പണം പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം. അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തു തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നാളെ അമ്മയ്ക്ക് കൊടുക്കും. 10 മാസം ചുമന്ന ഗർഭപാത്രത്തിന്റെ വാടക. നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും. അന്നേ അറിയൂ. നീ നോ.